ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പാണ്. നൂഡിൽസ് കൊണ്ടൊരു വെജിറ്റബിൾ സൂപ്പ്. അപ്പോൾ നമുക്കതിനകത്ത് കുറച്ച് വെജിറ്റബിൾ ചേർക്കാം. തക്കാളിക്ക, സവാള, ക്യാബേജാണ് ഇപ്പോൾ ഇവിടെ ചേർക്കുന്നത്. നമുക്ക് എരിക്ക് വേണ്ടിയിട്ട് കുരുമുളക് പൊടി, പിന്നെ ഏറ്റവും ഇതായിട്ട് വേണ്ടുന്നത് നമുക്ക് വെളുത്തുള്ളിയാണ്. അതും നമുക്ക് വഴറ്റി ചേർക്കാം. അപ്പം നമുക്ക് പെട്ടെന്നൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ. നമുക്കപ്പോൾ സൂപ്പ് ഉണ്ടാക്കാം. നൂഡിൽസ് സൂപ്പിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: കുറച്ച് അര കപ്പ് നൂഡിൽസ് എടുത്തിട്ടുണ്ട്. നമുക്കൊരു സവാള, ക്യാരറ്റ്, ക്യാബേജ്, തക്കാളിക്ക, നമുക്ക് വെളുത്തുള്ളി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നെയ്യ്, ആവശ്യത്തിനുള്ള ഉപ്പും. അപ്പം നമുക്ക് ആദ്യം ഒരു അര കപ്പാണ് നൂഡിൽസ് എടുത്തിരിക്കുന്നത്. അത് മതിയാവും, ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റും. അപ്പം നമുക്ക് കഷ്ണങ്ങളെല്ലാം കൂടെ ചേർത്ത് ആദ്യം വഴറ്റിയെടുക്കാം. സവാളയും ക്യാരറ്റും ക്യാബേജും തക്കാളിക്കയും എരിക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ കുറച്ച് ഏറെ വെളുത്തുള്ളി എടുക്കാം. അപ്പോൾ ക്യാബേജും ക്യാരറ്റും എല്ലാം കൂടെ നമുക്ക് ചെറിയ പീസാക്കിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാം കൂടെ നല്ലപോലെ വഴറ്റി എടുക്കാം. കുറച്ച് ബട്ടറോ നെയ്യോ ചേർത്തിട്ട് നമുക്കിതെല്ലാം വെജിറ്റബിളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ്, ക്യാബേജ് എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് നമുക്ക് വഴറ്റാം. സവാള, നമുക്ക് തക്കാളിക്ക, നമുക്ക് എരിക്ക് പച്ചമുളകാണ് ചേർക്കുന്നത്. പച്ചമുളകല്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് കുറച്ച് തക്കാളിക്കയും ചേർക്കുന്നുണ്ട്. തക്കാളിക്കയും വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞത്. അപ്പോൾ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. രണ്ടും കുറച്ചും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. ഇഷ്ടമുള്ള എണ്ണ ചേർക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അടച്ച് വേവിക്കാം. വേണ്ടുന്ന ഉപ്പും ചേർത്ത് നമുക്കിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് അടച്ച് വേവിക്കാം. ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. തണുക്കുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ച അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക് വേണ്ടുന്ന നൂഡിൽസും ചേർക്കാം. നൂഡിൽസ് ചേർത്തിട്ട് നമ്മളൊന്ന് അടച്ച് കുറച്ചും കൂടെ ഒന്ന് വേവിക്കാം. ഇതിനകത്ത് നമുക്ക് കോൺഫ്ലവറിൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല കൊഴുപ്പായിട്ടിരിപ്പുണ്ട്. നമുക്ക് ഈ ചിക്കൻ വെജിറ്റബിൾ നൂഡിൽസിൻ്റെ ടേസ്റ്റ് മേക്കറും കൂടെ, വെജിറ്റബിൾ നൂഡിൽസിൻ്റെയാണിത്, കുറച്ച് ടേസ്റ്റ് മേക്കറും ചേർക്കാം. നല്ലപോലെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അടച്ചൊന്നും കൂടെ വേവിക്കാം. നമുക്കിപ്പോൾ കാഷ്യൂനട്ടൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം. കുരുമുളക് പൊടിയും ചേർക്കാം. എരിക്ക് നമ്മൾ കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇത് ചൂടോടെയാണ് കഴിക്കാൻ നല്ലത്. നമുക്കൊന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ നൂഡിൽ സൂപ്പ് ശരിയായിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മൾ കഴിക്കണം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് സൂപ്പ് ഉണ്ടാക്കിയത് ഇഷ്ടമായിരിക്കുമല്ലോ. ഇത് നമ്മളൊരു വെജിറ്റബിൾ സൂപ്പാണ് നൂഡിൽസിൻ്റെ. നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് തക്കാളിക്ക, സവാള, ക്യാബേജാണ്. നമ്മൾ കുറച്ചേറെ കുരുമുളക് പൊടി ഇഷ്ടമനുസരിച്ചും വെളുത്തുള്ളി കുറച്ചേറെ ചേർത്താൽ നല്ല മണമായിരിക്കും. പുതിനയില, മല്ലിയില, കശുവണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഉണ്ടെങ്കിലും ചേർക്കാം. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. ഇത് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ സൂപ്പാണ്. പിന്നെ വേറെ പലതും നമുക്ക് ചേർക്കാം. മഷ്റൂം, കോളിഫ്ലവർ, അങ്ങനെ പലതും ചേർത്ത് നമുക്ക് ഈസി ആയിട്ട് വൈകുന്നേരങ്ങളിൽ ഉണ്ടാക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക.